ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബേബി ഫ്രോക്കാണ്, ഒരു എലൈൻ ഫ്രോക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു 1.25 മീറ്റർ ക്ലോത്ത് വെച്ചിട്ടാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 5 ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻറ്റിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനലിൽ കയറി നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ യൂസ്ഫുൾ ആവാൻ തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വൈകാതെ ഇന്നത്തെ വീഡിയോ നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ എടുത്തിട്ടുള്ള മെറ്റീരിയലും അതിൻ്റെ ഡീറ്റെയിൽസും പറയാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ക്രേപ്പ് മെറ്റീരിയലാണ് കേട്ടോ. അമേരിക്കൻ ക്രേപ്പ് എന്നൊക്കെ പറയുന്ന മെറ്റീരിയലാണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്, റേറ്റും കുറവാണ് കേട്ടോ ഇതിന്. ഇത് കളർ ഫെയ്ഡോ അങ്ങനത്തെ പ്രോബ്ലംസോ ഒന്നും വരില്ല, നരയ്ക്കൊന്നുമില്ല ഇങ്ങനത്തെ ഈ ഒരു ക്ലോത്ത്. കോട്ടൺ മെറ്റീരിയലിനെക്കാട്ടും ഇപ്പം നമുക്ക് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഈ ഒരു ക്ലോത്ത് യൂസ് ചെയ്യുന്നതായിരിക്കും കുട്ടികൾക്ക് നല്ലത്. അപ്പോൾ ഈ ഒരു ക്ലോത്ത് നമ്മൾ എടുത്തിട്ടുള്ള ഒരു 1.25 മീറ്റർ ആണ്. അപ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ ജസ്റ്റ് എത്രയാണെന്നുള്ളത്. പിന്നെ ഈ ഒരു ക്ലോത്ത് ഇത്തിരി വീതിയുള്ളതാണ് കേട്ടോ. നമുക്ക് നോർമലി ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ വീതിയിലാണ് നമ്മൾ ഈ ഒരു ക്ലോത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമ്മളൊരു എയർലൈൻ ഫ്രോക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡലൊക്കെ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിന്നൊരു വീഡിയോ ആക്കി എടുത്തത്. അപ്പം നമുക്ക് എങ്ങനെയാണ് മെഷർമെൻറ്റ് വരയ്ക്കുക, കട്ട് ചെയ്യാന്നൊക്കെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതൊന്ന് ഫോൾഡ് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 4ആയി മടക്കിയിടില്ലേ, നോർമലി നമ്മൾ കട്ട് ചെയ്യാനായിട്ട് 4ആക്കി മടക്കിയിടുന്ന പോലെ തന്നെ ഞാനിത് മടക്കിയിടുന്നുണ്ട്. അപ്പോൾ ഇത് ലെങ്ത് വൈസിലാണ് കേട്ടോ നമ്മൾ മടക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ 4ആക്കി മടക്കിയിടുമ്പോൾ കറക്റ്റായിട്ട് എഡ്ജുകളൊക്കെ കറക്റ്റാക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് 4ആക്കി മടക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ബാക്കി മെഷർമെൻറ്റുകൾ വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 4ആക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലോത്ത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ഫോൾഡ് ചെയ്തിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ ഇതുപോലെ 4ആക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി മെഷർമെൻറ്റുകൾ വരയ്ക്കാം. അപ്പോൾ ഈ ഒരു സൈഡാണ് കേട്ടോ ഓപ്പണിങ് വരുന്നത്. ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് ഫോൾഡാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള മെഷർമെൻറ്റ് വരയ്ക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലെങ്ത് ആണ് ഇതിനകത്ത് അടയാളപ്പെടുത്തേണ്ടത്. ലെങ്ത് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ബാലൻസ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട ലെങ്ത് എത്രയാണെങ്കിൽ അതിനകത്തുനിന്ന് ഞാൻ ഒരു 4 ഇഞ്ച് കുറച്ചിട്ടാണ് കേട്ടോ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ഒരു ലെങ്ത്തിനെക്കാട്ടും ഒരു 4 ഇഞ്ച് കുറവാണ് ഞാൻ ഇതിൽ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. കാരണം ഞാൻ താഴെ ഫ്രില്ല് വെക്കുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ലെങ്ത് വൈസിൽ കുറച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ലെങ്ത്ത് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ബാലൻസ് ഉള്ളതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 22 ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കോട്ടൺ ക്ലോത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൈവച്ച് വരച്ച് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ക്ലോത്ത് കുറച്ചിങ്ങനെ തെന്നി പോകുന്ന ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്കെയിൽ വെച്ചിട്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ചിങ്ങിനും അത്ര ഈസി അല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. പിന്നെ ഈ ഒരു ക്ലോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കുറവാണ്. നമുക്ക് കുട്ടികൾക്ക് ഡെയിലി യൂസിനൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ട് ഉള്ള ഫ്രോക്കുകളൊക്കെ തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളിത് ബൾക്കൊക്കെ ആയിട്ട് മുന്നേ സെയിൽ ചെയ്തിരുന്നു. ഇപ്പോൾ അത് നിർത്തി വെച്ചേക്കാണ് കേട്ടോ. അത് ആദ്യം ഞാൻ സെയിൽ ചെയ്തിരുന്നു. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ നമ്മളൊരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആം ഹോൾ സെയിം തന്നെ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലൈൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെസ്റ്റ് ആണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ചെസ്റ്റിനകത്ത് ഞാൻ നമ്മൾ എക്സ്ട്രാ ഇടുന്ന ആ ഒരു അളവും കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിൽ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളോട് ഒരു 8 ഇഞ്ചോളം അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ചെസ്റ്റ്. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ആ ഒരു എക്സ്ട്രായും കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഒരു 11.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു 11.5 ഇഞ്ചിൽ നമ്മളിവിടെ ഒരു 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വേസ്റ്റിൻ്റെ ഒരളവ്. അപ്പോൾ എയർലൈൻ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് താഴ്വശത്തേക്ക് ആ ഒരു പോയിന്റുകൾ തമ്മിൽ ജോയിന്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആം ഹോൾ വരയ്ക്കാം കേട്ടോ. ആം ഹോൾ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആ പോയിന്റുകൾ തമ്മിലൊന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ടു വേസ്റ്റ് വരെ വരച്ചു കൊടുക്കുക. അതിന് ശേഷം ആ ഒരു പോയിന്റിൽ നിന്ന് ഈ എൻഡിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം. അപ്പോൾ അവിടെ നമുക്ക് ജസ്റ്റ് വേറെ മാർക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഈ ഒരു അളവുകൾ വരച്ചു കൊടുത്തതിന് ശേഷം എൻഡിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പോർഷനിലെ അളവ് വരച്ചതിന് ശേഷം താഴ്വശത്തുള്ള ആ ഒരു എൻഡ് വശം ഉണ്ടല്ലോ അവിടെ ഒരു 2 ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ആ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിൽ നിന്ന് ഇതുപോലെ സെൻറ്ററിലേക്ക് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുക്കുക. അവിടെ നമ്മൾ ശരിക്കും സ്ക്വയർ ആക്കിയിട്ടല്ല എടുക്കുക, ചെറിയൊരു കർവിലാണ് കേട്ടോ ആ ഒരു ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നെക്ക് അടയാളപ്പെടുത്താം. നെക്ക് ഞാനിവിടെ 2.5 ഇഞ്ച് വിഡ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ലെങ്ത്ത് നമ്മളിവിടെ ഒരു 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് സ്ക്വയർ ആക്കി വരച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് നെക്കിൻ്റെ ഡിസൈൻ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് വരച്ചു കൊടുക്കാം. നമ്മളിവിടെ റൗണ്ട് നെക്കാണ് കേട്ടോ വരച്ചിട്ടുള്ളത്. ഷോൾഡറിൻ്റെ സ്ലോപ്പ് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടൊന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മെഷർമെൻറ്റുകളാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഒരു 5 ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻറ്റിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ ഞാൻ ആ അളവിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ലൈനിങ് ഒന്നും വെക്കുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു ക്ലോത്തിൻ്റെ പ്രത്യേകത ലൈനിങ് ഒന്നും വെച്ചില്ലെങ്കിലും നമുക്കങ്ങനെ നിഴലടിക്കുന്ന ആ ഒരു ടൈപ്പ് ഒന്നുമല്ല, തിക്കുള്ള മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ലൈനിങ് ഒന്നും വെക്കേണ്ട ഈ ഒരു ക്ലോത്ത് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബാക്ക് പോർഷനാണ് കേട്ടോ. ബാക്ക് പോർഷൻ ഞാൻ ഫ്രണ്ട് പോർഷൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്ക് പോർഷൻ മാത്രം ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2.5 ഇഞ്ച് ലെങ്ത്തിലൊന്ന് സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നമുക്ക് ഹുക്ക് വെച്ച് കൊടുക്കാനുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബാലൻസ് ഉള്ള ആ ഒരു ക്ലോത്തിൽ നിന്ന് ഒരു ചെറിയ പീസും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഹുക്ക് മറച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ആ ഒരു പീസും കൂടെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാലൻസ് ഉള്ള ഒരു ക്ലോത്തിൽ നിന്ന് ഇതുപോലെ സ്ക്വയറാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒരളവ് ജസ്റ്റ് നോക്കിയിട്ട് എടുത്തിട്ടുള്ളൂ. അതിന് ശേഷം നമുക്ക് ആ ഒരു ക്ലോത്തും ഇതുപോലെ സെൻറ്റർ മടക്കി കൊടുത്തിട്ട് നമ്മൾ നെക്കിൽ 2.5 ഇഞ്ചാണല്ലോ കട്ട് ചെയ്ത്, സെയിം തന്നെ ഈ ഒരു ക്ലോത്തിൽ ഞാനിവിടെ 2.5 ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷനിലേക്ക് ഇനി പ്രത്യേകിച്ച് ഒന്നും വേണ്ട. ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള ക്ലോസ് പീസുകൾ ബാലൻസ് ക്ലോത്തിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്കെയിൽ വെച്ചിട്ടാണ് കേട്ടോ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാറ്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി നീറ്റായിട്ട് നമുക്ക് ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എല്ലാം ഒരളവിൽ തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ക്ലോസ് പീസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് ക്ലോത്ത് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേണ്ട ലെങ്ത്തിൽ അത് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് പീസുകൾ വേണം. അപ്പോൾ ഞാനിവിടെ ഒരു 4 ഇഞ്ചിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 4 ഇഞ്ച് ലെങ്ത്തിൽ ഒരു 3 പീസോളം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 3 പീസ് മതിയായിരിക്കും നമുക്ക് താഴെ ഫ്രില്ലിടാനായിട്ട്. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു 3 പീസ്. ഇനി ബാലൻസ് വന്നിട്ടുള്ള ഈ ഒരു ക്ലോത്തും കൂടെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ബാക്കിൽ ടൈ വെച്ച് കൊടുക്കണമല്ലോ, അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു 1.25 ഇഞ്ച് വീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, 2 പീസ്. അപ്പോൾ ഇത് നമ്മൾ ബാക്കിൽ ടൈ വെച്ച് കൊടുക്കാനാണ് കേട്ടോ ഈ 2 പീസ് എടുത്തിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ള ബാലൻസ് ക്ലോത്ത് ഇതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, 2 പീസാക്കി എടുക്കുന്നുണ്ട്. ഇത് സ്ലീവിനാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പീസ് ഒന്നിന് മീതെ ഒരു പീസ് വെച്ചതിന് ശേഷം ഒന്ന് സെൻറ്റർ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് താഴ്വശത്തായിട്ട് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുത്താലും മതി. ഇനി കറക്റ്റ് അളവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 1.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത്. താഴ്വശത്തായിട്ട് ഒരു 1.5 ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പിലൊന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കറക്റ്റ് അളവ് വരച്ചില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഈ ഒരു സ്ലീവിന് അങ്ങനെ പ്രോബ്ലംസ് ഒന്നും വരില്ല. അപ്പം ഞാനൊരു 1.5 ഇഞ്ചോളം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 സ്ലീവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ല. നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ ഇത് അറിയുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. പറയുന്ന ആളുകളാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ബാക്ക് പോർഷൻ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം മേലേക്കാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പീസിൻ്റെ നല്ല വശം താഴേക്ക് ചേർത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വി ഷേപ്പിൽ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ ഒരു ഷേപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് മറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഹുക്ക് വെക്കാനുള്ള ഭാഗത്തിനാണ് ഈ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ക്വയർ നെക്കൊക്കെ ആണെങ്കിൽ ഫ്രോക്കിന് ഹുക്ക് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ റൗണ്ട് നെക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഹുക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മീതെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് അതിൻ്റെ എഡ്ജുകളൊന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല രീതിക്ക് തന്നെ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം. അത് ഉള്ളിലേക്ക് മറിച്ച് കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആ ഒരു ക്ലോത്ത് ഉൾവശത്തേക്ക് ഇതുപോലെ മറിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു എൻഡ് വശങ്ങളുണ്ടല്ലോ, എൻഡ് വശങ്ങളൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. അതിന് ശേഷം ആ ഒരു ക്ലോത്തിൻ്റെ എൻഡ് വശങ്ങൾ ബാലൻസ് നിൽക്കുന്നത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്ക്വയർ ടൈപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതൊന്ന് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്ക് പോർഷൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് എടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഡിസൈൻ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലോത്ത് എടുത്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻ്റ് ഇട്ടെടുക്കണം. അപ്പോൾ 2 ഷോൾഡറും നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം. അപ്പോൾ ഞാനതൊന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഷോൾഡർ ജോയിൻ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം.
അപ്പോൾ അതിനായിട്ട് ഞാൻ ക്രോസ് പീസുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജോയിൻ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ക്രോസ് പീസുകൾ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ എൻഡ് വശം ഒന്ന് സ്ക്വയർ ടൈപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്യുമ്പോൾ ചെരിഞ്ഞിട്ടാണല്ലോ ഇരിക്കുക. അപ്പോൾ അതിൻ്റെ എഡ്ജൊന്ന് ഞാൻ കറക്റ്റാക്കി ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ക്രോസ് പീസ് ഒന്ന് സെൻറ്റർ മടക്കി കൊടുത്തിട്ട് ഹുക്കിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ വെക്കാം കേട്ടോ, നെക്കിൻ്റെ ആ ഭാഗത്ത്. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് നിർത്തിയിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഉൾവശത്തേക്ക്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ നെക്കിൻ്റെയും ആ ഒരു ക്രോസ് പീസിൻ്റെയും അരികിലൂടെ ഒന്ന് മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡൊക്കെ നമ്മൾ മുന്നേ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ, ക്രോസ് പീസ് വെച്ച് മറിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് നെക്കൊക്കെ. അപ്പോൾ ഞാൻ നെക്ക് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ആ ഒരു നെക്കിൻ്റെ എഡ്ജുകളൊന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കണം. മുഴുവനായിട്ടൊന്ന് നല്ല രീതിക്ക് കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. കട്ടിങ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് മറച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ നെക്ക് ആയതുകൊണ്ട് തന്നെ പ്രത്യേകം നല്ല രീതിക്ക് തന്നെ നമ്മൾ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം. കട്ടിങ്സ് ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തില്ലെങ്കിൽ നമുക്ക് നെക്ക് മറച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഫിനിഷിങ് കിട്ടില്ല. അപ്പം ഞാൻ നെക്ക് കട്ടിങ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഉൾവശത്തേക്ക് ആ ഒരു ക്രോസ് പീസ് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നെക്കിൻ്റെ ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ, മുഴുവനായിട്ടും നമുക്ക് ആ ഒരു ക്രോസ് പീസ് ഉൾവശത്തേക്ക് മറച്ചു കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നല്ല നീറ്റിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു പീസ് സ്റ്റിച്ച് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല നീറ്റിൽ തന്നെ നമുക്ക് ആ ഒരു നെക്കിൻ്റെ പോർഷൻ കിട്ടും. അപ്പം നമ്മളിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം ഞാൻ സ്ലീവിൻ്റെ താഴ്വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ, 2 ഫോൾഡ് കൊടുത്തിട്ട്. അപ്പോൾ 2 പീസും നമുക്ക് ഇതുപോലെ താഴ്വശം 2 ഫോൾഡ് കൊടുത്തിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ എൻഡ് വരെ നമുക്ക് ഇതുപോലെ 2 പീസും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്ലീവ് ആണെങ്കിലും നമ്മുടെ വീഡിയോസിൽ തന്നെ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്ലീവൊക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്രോക്ക് എൻ്റെ മുകൾക്കായിട്ട് സ്റ്റിച്ച് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് എടുത്തേ ഉള്ളൂ. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവ് ആദ്യം തന്നെ സെൻറ്റർ മടക്കി കൊടുത്തിട്ട് അതിന് സെൻറ്റർ ഒന്ന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സെൻറ്റർ കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആം ഹോളിൻ്റെ ഈ ഒരു എൻഡിൽ നിന്ന് സ്റ്റിച്ചിങ് ഒന്ന് പ്ലെയിൻ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. കുറച്ച് ഭാഗം ഒരു 1.5-2 ഇഞ്ച് പ്ലെയിൻ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം സ്ലീവുമത്തെ ആ കട്ടിങ്സും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തുമത്തെ ആ ഒരു ഷോൾഡർ ജോയിൻറ്റ് തമ്മിൽ ജസ്റ്റ് ഒരുമിച്ച് വയ്ക്കുക. അതിന് ശേഷം വരുന്ന ആ ലൂസായി നിൽക്കുന്ന ഭാഗങ്ങൾ മുഴുവൻ നമുക്ക് അവിടെ പ്ലീറ്റ്സ് ആക്കി ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ ഞൊറികൾ ഇട്ട് കൊടുക്കുക. ആ ഒരു സെയിം മെത്തേഡ് തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്ലീവിൻ്റെ എൻഡ് വരെ ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ സ്റ്റാർട്ടിലും എൻഡിലും ഒരു 2 ഇഞ്ചോളം നമുക്ക് പ്ലെയിൻ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. കാരണം നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ഉള്ളിലേക്ക് പോകുന്ന ഭാഗമല്ലേ, അപ്പോൾ അവിടെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ സ്ലീവ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ സ്ലീവിനകത്ത് ഒറ്റ സ്റ്റിച്ചേ കൊടുത്തിട്ടുള്ളൂ, അത് മറച്ചു കൊടുത്തിട്ട് അതിൻ്റെ മീതെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. സ്ലീവ് ഒരുപാട് ഉയർന്ന് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് പതിച്ചടിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് സ്ലീവ് വരുന്നത്. അടുത്ത സ്ലീവ് നമ്മൾ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനി പ്രത്യേകം കാണിക്കുന്നില്ല, ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ആ ഒരു സ്ലീവും ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് താഴ്വശത്തുള്ള ആ ഒരു പ്ലീറ്റ്സുകൾ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 3 പീസ് ഇങ്ങനെ കട്ടിങ്സ് ആണല്ലോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കതൊന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കാം. ജോയിൻ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് ജോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ 3 ജോയിൻ്റ് ഇട്ടിട്ടാണ് പ്ലീറ്റ്സ് ഇട്ട് എടുക്കുന്നത്. അതിന് ശേഷമാണ് ഫ്രോക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ആദ്യം ഫ്രണ്ട് പോർഷനിൽ മാത്രം ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം, അതുപോലെ ബാക്ക് പോർഷനിൽ ഇട്ട് കൊടുത്തതിന് ശേഷം സൈഡ് ജോയിൻ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു ഫ്രോക്കിൽ ഈ മെത്തേഡാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ആ ഒരു അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ നമുക്ക് ബൈ ഹാൻഡ് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി, മെഷീനിലിട്ട് കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആക്കിയിട്ട് കൊടുത്താൽ മതി. ഇപ്പം അത്യാവശ്യം ക്ലോത്ത് ഉണ്ട്, ഇത് ലെങ്ത്തിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് തിക്കിൽ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ക്ലോത്ത് ഉണ്ട്. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്. അപ്പോൾ ഞാനത് മുഴുവനായിട്ടും പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ വരെ നമുക്കത് പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രോക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഫ്രോക്കിൽ അറ്റാച്ച് ചെയ്യാനേക്കാട്ടി മുന്നേ നമുക്ക് ഫ്രോക്കിൻ്റെ 2 സൈഡും ജോയിൻ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ 2 സൈഡും ഒന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു അളവ് കീപ്പ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. സൈഡ് ജോയിൻ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ സൈഡ് ജോയിൻ്റ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ടൈ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. 2 സൈഡിലും ടൈ വെച്ച് കൊടുക്കണം. അപ്പോൾ ടൈ ഞാനിവിടെ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈ ഇപ്പം തന്നെ കിട്ടിയിട്ടുള്ളൂ. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പോൾ ടൈ കാണുന്നുണ്ടായിരുന്നില്ല, ടൈ മുകളെടുത്ത് കൊണ്ടുപോയിക്കായിരുന്നു. അപ്പം ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ ആൾ കൊണ്ടു തന്നതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ആ ഒരു 2 ടൈയും. അപ്പോൾ 2 സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്, ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു 2 സൈഡും ജോയിന്റ് ചെയ്തതിന് ശേഷം നമുക്ക് പ്ലീറ്റ്സ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ താഴെ. പിന്നെ നമ്മൾ സൈഡ് ജോയിന്റ് എടുക്കുമ്പോൾ വേസ്റ്റ് വരെ കറക്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് ആണെങ്കിൽ കീപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം താഴേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്ലോത്തിൻ്റെ എൻഡിലേക്കായിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് താഴെ ആ ഒരു പീസ് ജോയിന്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ഒരു പീസിന്റെ 2 എൻഡ് വശങ്ങളും തമ്മിലൊന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് വെക്കണേക്കായിട്ട് മുന്നേ ഒന്ന് റൗണ്ട് ചെയ്ത് വെച്ച് നോക്കണം കേട്ടോ. കറക്റ്റ് അളവല്ലേ, നമ്മൾ പ്ലീറ്റ്സ് ഇട്ടുള്ള ക്ലോത്ത് ഫ്രോക്കിന് താഴെ കറക്റ്റ് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ളതല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ആദ്യം ഈ ഒരു ജോയിന്റ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്രോക്കിനകത്ത് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രോക്കിന്റെ എൻഡ് വശത്ത് ഈ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 2ന്റെയും നല്ല വശമാണ് നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതിന്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതറിയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും കേട്ടോ. നമ്മളിത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് പറയുന്നത് അറിയാത്തവർക്കും ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വീണ്ടും വീണ്ടും ഓരോന്നായിട്ട് പറഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ബോയോ അല്ലെങ്കിൽ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇതിനകത്ത് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ. ഒരു എയർലൈൻ ഫ്രോക്കാണ്. അപ്പോൾ താഴ്വശം ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മോൾക്ക് ഇട്ടപ്പോഴും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ മോൾ ഇട്ടിട്ടുള്ള ഫോട്ടോസൊക്കെ കാണിക്കാൻ ഒരുപാട് പേര് പറയുന്നുണ്ട്. അവൾ സമ്മതിക്കാറില്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കിടാനായിട്ട്. അപ്പോൾ പിന്നീട് ഒരിക്കൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോസൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ്. അപ്പോൾ എല്ലാവരും സമയമുള്ളപ്പോൾ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഇനിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. ബൈ.